നമസ്കാരം. ഇനിയിപ്പോൾ സേവ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ വരും. അതായത് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, അവർ പട്ടിണി കിടക്കുന്നു, അവർക്ക് പ്രാഥമിക കാര്യം നിർവഹിക്കാൻ പോലും വെള്ളമില്ല. നേരത്തെ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അത് പിന്നെ ഇന്ത്യയിലെ ഒരു ഭാഗമാണ്, ഇന്ത്യയിലെ ഒരു ദ്വീപാണ്. ഇപ്പോൾ സേവ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ജിഹാദികളും രാജ്യദ്രോഹികളും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള തീവ്രവാദികളും ഒക്കെ രംഗത്ത് വരും. നമുക്ക് ഏതായാലും കാണാം കുറച്ച് കഴിയുമ്പോൾ. കാരണം അവിടെ ജലം ഡാം തുറന്നുവിട്ടു. മുസഫറാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. അവിടുത്തെ ജനങ്ങളെ ഓർത്ത് സഹതാപമുണ്ട്, പക്ഷേ വേറെ മാർഗമില്ല. ഇന്ത്യക്ക് നമ്മളത് ചെയ്യും. അതുപോലെ തന്നെ സിന്ധു നദി അവിടെ അണക്കെട്ട് കൃത്യമായി തന്നെ അതിന്റെ പൊക്കം കൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഷട്ടറുകളൊക്കെ അടച്ചിരിക്കുന്നു. തുള്ളിവെള്ളം ആ പ്രദേശത്തുള്ളവർക്ക് കിട്ടില്ല. അവർക്ക് കുടിക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു തുള്ളിവെള്ളം നാവ് നനയ്ക്കാൻ പോലും കിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. അതൊക്കെ ചെയ്യും. കാരണം കളിക്കുന്നത് ഇന്ത്യയോടാണല്ലോ. ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നതിനും ഭേദം ഇത്തരത്തിലുള്ള പരിപാടികളാണ്. ഇതൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് അജിത് ഡോവൽജിയാണ് എന്ന് കേൾക്കുന്നു. പാകിസ്ഥാന്റെ ഭൂപ്രദേശവും പാകിസ്ഥാന്റെ അവസ്ഥയും ജീവിത നിലവാരവും ഒക്കെ തന്നെ, ജീവിതാവസ്ഥയും ഒക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി നമ്മുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അപ്പം ഷേവ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പലരും ഇനിയിപ്പോൾ രംഗത്തിറങ്ങുമായിരിക്കും. അതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. നമ്മുടെ ഒരു സുഹൃത്തിന്റെ മൊബൈലിൽ കണ്ടതാണ്. അദ്ദേഹം അത് എനിക്ക് അയച്ചു തരാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതായത് പാകിസ്ഥാനിലൊരു 5-6 വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികളെ ചില ഭീകരവാദികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് പോലെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. ആദ്യം കളിത്തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കും. എന്നിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യൻ പട്ടാളക്കാരനാണ്, ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ പഠിപ്പിക്കുകയാണ്. പാകിസ്ഥാനിലെ ചരിത്ര പുസ്തകങ്ങളിൽ എഗെയിൻസ്റ്റ് ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞ സിലബസ് ഉണ്ട്. അതായത് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ വെറുക്കണം, ഇന്ത്യക്കാരെ അവഹേളിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ശത്രു. ഈ ഒരു 3-4 വർഷം മുമ്പ് ഒരു വീഡിയോ ഞാനത് നേരത്തെ മറ്റൊരു മാധ്യമത്തിൽ ചെയ്തതാണ്. അതായത് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. വാട്ട്സ് യുവർ അംബീഷൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ടു ബി എ സോൾജിയർ ആൻഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇന്ത്യ ആൻഡ് ഐ വിൽ ഫിനിഷ് ഇന്ത്യ എന്നൊരു കുട്ടി, ഒരു 7-8 വയസ്സുള്ള കുട്ടി പറയുന്നതൊക്കെ തന്നെ വീഡിയോ ആയിട്ട് പുറത്തു വന്നിരുന്നു. അപ്പം ഇത്തരത്തിൽ ഇന്ത്യയെ, ഭാരതത്തെ ഒരു അയൽരാജ്യം എന്ന പരിഗണന പോലും നൽകാതെ ഈ തെമ്മാടി രാഷ്ട്രം, ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ അപലപിക്കുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ മാധ്യമങ്ങളോട്, പ്രത്യേകിച്ചും NDTV ഉൾപ്പെടെയുള്ള മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മിലിറ്ററി മൂവ്മെന്റുകളൊന്നും നിങ്ങൾക്ക് ഏത് രീതിയിൽ ഏത് വാർത്ത ലഭിക്കുകയാണെങ്കിലും കൊടുക്കരുത്, നിനക്കൊക്കെ പണി കിട്ടുമെന്ന്. കാരണം ഈ മുംബൈ ഭീകരാക്രമണ സമയത്ത് അജ്മൽ അമീർ കസബ് എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചത്, അവർക്കെതിരെയൊക്കെ തന്നെ ഈ പിടിച്ചതിനെതിരെയൊക്കെ തന്നെ പ്രസ്താവന നടത്തിയ പാർട്ടിയാണ് CPM കേട്ടോ, ഓർത്തുകൊള്ളുക. അതാണ് കേരളം ഭരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഇവരുടെ ലൈവ് കണ്ടുകൊണ്ട്, NDTVയുടെ ലൈവ് കണ്ടുകൊണ്ട് ഭീകരർ പല ആസൂത്രണങ്ങളും പലയിടത്തു നിന്നും നടത്തി എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം ഇനി പല പരിപാടികളുമായി പുതിയ തലമുറയെക്കൂടി വാർത്തെടുക്കുകയാണ്. ഇന്ത്യക്കെതിരെ പല പരിപാടികളുമായി ഇന്ത്യയിലേക്ക് എത്തിയേക്കാം, ഇന്ത്യൻ വംശജരെ ആക്രമിച്ചേക്കാം, പലതും ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചും ആക്രമണത്തെക്കുറിച്ചും ഒന്നും നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ കരുതിയിരിക്കുകയാണ്, ഇന്ത്യൻ ജനത കരുതിയിരിക്കുകയാണ്, ഇന്ത്യൻ മിലിറ്ററി ഏജൻസികൾ, ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ എല്ലാം കരുതിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അധികം കാലം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും. Partner EduBix Online Executive Education, Focus Physiotherapy Center Pattam, Unnat Engineering Gujarat, Tirthayatra.com, Iron Build Gujarat, PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും
സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.